പെഗാസസ് എന്ന ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ളവരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ ഫോൺ ചോർത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്ത് എന്നുള്ള ചോദ്യം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ലോക്സഭയിൽ അങ്ങനെ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ഇന്ത്യയുടെ IT കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന നടത്തി. അത്തരത്തിൽ സർക്കാർ സ്പോൺസേഡ് അല്ല ഈ ഫോൺ ചോർത്തൽ എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട്, മോദിജിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട്. കുറേ ആളുകളുടെ ഫോൺ ചോർത്തപ്പെട്ടതായി വിവരം ലഭിച്ചിരിക്കുന്നു. അത് പക്ഷേ വാസ്തവവുമായി പുലബന്ധം പോലുമില്ലാത്തതാണ്. ഈ രാജ്യം ആരുടെയെങ്കിലും ഫോൺ ഏതെങ്കിലും ഘട്ടത്തിൽ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഘട്ടമെത്തുമ്പോൾ മാത്രമാണ് എന്നൊക്കെ ആശാൻ അങ്ങനെ തട്ടിവിടുന്നതിനിടയിൽ ഈ പ്രസ്താവന നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ്റെ പേര് ഫോൺ ചോർത്തപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇന്ത്യയുടെ IT കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അശ്വനി വൈഷ്ണവിൻ്റെ പേര് പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഫോൺ നമ്പറുകൾ. അശ്വനി വൈഷ്ണവ് മോദിയുടെ ഒരു പ്രിയപ്പെട്ട ആളായി അറിയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സുപ്രധാനമായ ഒരു പദവിയിലേക്ക് രവിശങ്കർ പ്രസാദിന് പകരമായി ഇപ്പോൾ ഈ പുനഃസംഘടനയുടെ കാലത്ത് എത്തിച്ചേർന്നത് എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. ആ അശ്വനി വൈഷ്ണവിനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ നിരീക്ഷിച്ചിരുന്നു ഈ ഭരണകൂടം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ. സ്വന്തമായി നിരീക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് ഇനി അദ്ദേഹം വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അശ്വനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. IAS-കാരനായിരുന്നു. അദ്ദേഹം IAS-ൽ നിന്ന് മാറിയതിനു ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒഡീഷയിൽ 3 സീറ്റുകളിലും BJDക്ക് വിജയിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രത്യേക താല്പര്യപ്രകാരം BJDയുടെയും BJPയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഗുജറാത്തിലടക്കം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖലയുടെ സ്ഥാപകരിൽ ഒരാളായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. ഇദ്ദേഹത്തിന് ആ ബിസിനസ്സുകളിലെല്ലാം ഓഹരിയുമുണ്ട്. പക്ഷേ അശ്വനി വൈഷ്ണവ് തുടർച്ചയായി നിരീക്ഷിക്കപ്പെട്ടതിന് പിന്നിൽ അദ്ദേഹം IAS-കാരനായിരുന്ന ഘട്ടത്തിൽ വാജ്പേയിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ BJDയുടെ പിന്തുണയോടും കൂടിയാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് പണിവയ്ക്കാൻ പോകുന്ന ആളാണോ ഇദ്ദേഹം എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ ഭാഗമായി തുടർച്ചയായി നിരീക്ഷിക്കപ്പെട്ടു. ആ നിരീക്ഷണങ്ങളിൽ ചതിയനല്ല, പണി വയ്ക്കുന്നവനല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അശ്വനി വൈഷ്ണവ് ഈ മന്ത്രിസഭയിൽ സുപ്രധാന പദവിയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുക. അങ്ങനെ തുടർച്ചയായി നിരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ ഇന്ത്യയുടെ IT കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിയായിരിക്കുന്നു എന്നുള്ള ആ കൗതുകകരമായ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. ഈ രാജ്യത്തിൻ്റെ IT കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ആ മന്ത്രി പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പാണെങ്കിൽ പോലും അങ്ങനെ നിരന്തരമായി ഇസ്രായേലി ചാര സോഫ്റ്റ്വെയറിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയേക്കാവുന്ന നാണക്കേടിന് എന്തു പ്രസ്താവനയിലൂടെ മറുപടി പറയാനാകും ഈ മന്ത്രി ഇനി തയ്യാറാവുക? അങ്ങനെ ഗതികെട്ട് മോദിയെ വെളുപ്പിക്കുന്നതിന് വേണ്ടി മറുപടി പറഞ്ഞ് ഈ ലോകത്തിന് മുന്നിൽ തന്നെ പരിഹാസ്യനായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ മറുപടി നമുക്കൊന്ന് കേട്ട് ആസ്വദിക്കാം. ശ്രീ അശ്വനി വൈഷ്ണവ് ജി, മാന്യ മന്ത്രി ജി. Honorable Speaker Sir, I rise to make a statement on reported use of spyware Pegasus to compromise phone data of some persons. A highly sensational story was published by a web portal yesterday night. Many over-the-top allegations have been made around this story. Honorable Speaker Sir, the press reports have appeared a day before the monsoon session of the Parliament. This cannot be a coincidence, Honorable Speaker Sir. In the past, similar claims were made regarding the use of Pegasus on WhatsApp. Those reports had no factual basis and were categorically denied by all parties, including in the Supreme Court. The press reports of 18 July 2021
also appear to be an attempt to malign the Indian democracy and its well-established institutions. We cannot fault those who haven't read the news story in detail, and I request all honorable members of the House to examine the issues on facts and logic. The basis of this report is that there is a consortium which has got access to a leaked database of 50,000 phone numbers. The allegation is that individuals linked to these phone numbers were being spied upon. However, the report says that the presence of a phone number in the data does not reveal whether a device was infected with Pegasus or subject to an attempted hack. Without subjecting the phone to this technical analysis, it is not possible to conclusively state whether it witnessed an attempted hack or was successfully compromised. Honorable Speaker, sir, the report itself clarifies that presence of a number in the list does not amount to snooping. Honorable Speaker, sir, now let us examine what the NSO, the company which owns the technology, has said. I quote, NSO Group believes that claims that you have provided with are based on misleading interpretation of leaked data from basic information such as HLR lookup services which have no bearing on the list of the customers' targets of Pegasus or any other NSO products. Such services are openly available to anyone, anywhere and anytime, and are commonly used by governmental agencies as well as by private companies worldwide. It is beyond dispute that the data has nothing to do with surveillance or with NSO, so there can be no factual basis to suggest that a use of the data somehow equates to surveillance. I highlight, sir, NSO has also said that the list of countries shown using Pegasus is incorrect. And many countries mentioned are not even our clients. It also said that most of its clients are Western countries. It is evident, Honorable Chairman, sir, Speaker, sir, that NSO has also clearly rubbished the claims in the report. Honorable Speaker, sir, let us look at India's established protocols when it comes to surveillance. I am sure my colleagues in the opposition who have been in government for years are very well aware of these protocols. Since they have governed the country, they would also be aware that any form of illegal surveillance is not possible with the checks and balances in our laws and robust institutions. In India, there is a well-established procedure through which lawful interception of electronic communication is carried out for the purpose of national security, particularly on the occurrence of any public emergency or in the interest of public safety by agencies at the center in the state. These requests are the requests for these lawful interception of electronic communication are made as per the relevant rules under the provisions of Section 5(2) of the Indian Telegraph Act 1885 and Section 69 of the Information Technology Act 2000. Each case of interception, Honorable Speaker, sir, is approved by the competent authority. These powers are also available to the competent authority in the state governments as per the IT Procedure and Safeguards for Interception, Monitoring and Decryption of Information Rules 2009. There is a very well established oversight mechanism in the form of a review committee headed by the Union Cabinet Secretary. In case of a state government, such cases are reviewed by a committee headed by the Chief Secretary concerned. The law also provides an adjudication process for those people who are adversely affected by any such incident. The procedure, therefore, ensures that any interception or monitoring of any information is done as per due process of law. The framework and institutions have withstood the test of time, Honorable Speaker, sir. In conclusion, I humbly submit that the publisher of the report states that it cannot say if the numbers in the published list were under surveillance. Second, the company whose technology was allegedly used has denied these claims outrightly.
and the time-tested procedures of our country are well established to ensure that unauthorized surveillance cannot occur. Honorable Speaker, sir, when we look at this issue through the prism of logic, it clearly emerges that there is no substance whatsoever behind this sensationalism. Thank you, Honorable Speaker, sir.